ഇന്ന് നമ്മൾക്ക് കറികളൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 250 കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചത് ഉടച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ 250 കപ്പിന് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് ലൂസായി പോകാൻ പാടില്ല. അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലൊരു കുഴിയുള്ള ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടും 2 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.